മിടുക്കിയ അല്ലേ വാര്യരെ? മനസ്സുറപ്പ്. അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതാ പെണ്ണ്. ഇത്രയും നാൾ കണ്ടതല്ല ശവങ്ങളായിരുന്നു. തനിക്കറിയോ വാര്യരെ, അവളുടെ ശാപം അതാണ് എന്നെ നിലതെറ്റിച്ച് ചുഴറ്റിയടിച്ചത്. ഒന്നിന് പുറകെ മറ്റൊന്നായി എന്തെല്ലാം. തീർന്നിട്ടില്ല, ഇപ്പോഴും അതേപോലെ ശക്തിയായിട്ട് നിൽക്കുന്നു. ഏത് ഗംഗയിൽ മുങ്ങണം, ഏത് മൂർത്തിയുടെ മുന്നിൽ പ്രായശ്ചിത്തം ചെയ്യണം അറിയില്ല. രഥം താണല്ലോടോ, ഒന്നിറങ്ങി കൈവയ്ക്കേ. എന്റെ ഈശ്വര, ഇതൊന്നും ആവണില്ല. ആരാത്? ഞാനാ, മുണ്ടക്കൽ ശേഖരൻ. കുറെ നാളായടാ നിന്നെ ഒന്ന് തനിച്ച് കൈ കിട്ടാൻ ഞാൻ ഉറക്കം ഉളയ്ക്കുന്നത്. വാര്യരെ, ജീപ്പിൽ കയറിയിരുന്നുള്ളൂ. നീല, എന്താ ഭാസ്കരേട്ടാ, വിവരം വല്ലതും? തീർന്നു എന്നാ കേട്ടത്. ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രൻ നായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. തീരാണ്ട് നിൽക്കൂ, വെട്ടി കീറി കളഞ്ഞില്ലേ? 18 വെട്ടാ. സത്യാണോ മോളെ? കൊളക്കടവിൽ എല്ലാരും പറയണു ഇന്നലെ ഇവിടുന്ന് ഇറങ്ങി പോയ വഴിക്കാ. എന്റെ ഈശ്വര, അപ്പൊ തോന്നിയൊരിതില് ഞാൻ എന്താ പറഞ്ഞത്? അറം പറ്റിയ വാക്കായി പോയി അല്ലേ ചേച്ചി? ഞാൻ അങ്ങനെയൊന്നും സംഭവിക്കുന്നു കരുതി പറഞ്ഞതല്ലോ. എന്നാലും ചേച്ചിയുടെ നാക്കേറ്റ പോലെ ആയിപ്പോയി. മോളെ, അനു, അച്ഛൻ അറിഞ്ഞോ? കേട്ടു. അവനോൻ ചെയ്യണേന്റെ ഫലം ആരായാലും അനുഭവിച്ചേ പറ്റൂ. ഇല്ലേ അച്യുതാ? പിന്നല്ലാതെ. ഈ ബോംബെയിലേക്കുള്ള ദാതാന്മാരുടെ കാര്യം തന്നെ എടുത്താ തന്നെക്കാൾ പോന്നിടത്തൻ രംഗത്തെത്തുന്ന ദിവസം പഴയ ആള് തീർന്നു. ഏതു മരവും ഒരു ദിവസം വീണല്ലേ പറ്റൂ. ചെയ്തു കൂട്ടിയ ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് കൂട്ടിയാ മതി. ഞാനിന്ന് പോവാ. വിഷമിക്കണ്ട, അടുത്ത ആഴ്ച വരും. എന്താ കൊണ്ടുവരണമെന്ന് വെച്ചാ പറയാ. മടിക്കണ്ട. പട്ടുസാരിയോ സെന്റോ എന്താന്ന് വെച്ചാ.
ദേവി, മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ ശപിച്ചിട്ടുമില്ല. കേട്ടതൊന്നും സത്യാവരുതേ. ഒരു ചുറ്റുവിളക്ക് തെളിയിക്കാം. ജീവൻ കൊടുക്കണേ എന്റെ ഭഗവതി, ഇല്ലെങ്കിൽ ഈ ജന്മം എനിക്ക് സ്വസ്ഥത കിട്ടില്ല. ജീവൻ പോയിന്നും ഇല്ലാന്ന് രണ്ടു വർത്താനമുണ്ട്. ഏഴിലക്കരക്കാരുടെ നാക്കല്ലേ, ചത്തല്ലെങ്കിലും പറഞ്ഞു കൊല്ലും. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കെ. മെഡിക്കൽ കോളേജിൽ പോയി കണ്ടുവന്ന അടിയോടിയാ പറഞ്ഞത്. ജീവനുണ്ട്, മാത്രമല്ല പരിക്കൊന്നും അത്ര സാരമുള്ളതും അല്ല. അത് അങ്ങനെ ചാവുന്നത് അടിയൊന്നും അല്ല, തലയർത്തിട്ടാ കൂടും. അതാ എനം. ആ ശേഖരൻ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എനിക്ക് വയ്യ ഇനി ഇങ്ങനെ പതുങ്ങിയിരിക്കാൻ. അയാൾ പണം വാരി വിതറിക്കുക. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ സാക്ഷികളില്ലത്രേ. ഇനി ശേഖരന്റെ കാലമായിരിക്കും വരാൻ പോകുന്നത്. ചിലപ്പോ ഈ കേസിൽ നമ്മൾ അകത്തായിക്കൂടാന്നില്ല. ഏതായാലും കുറച്ചു ദിവസം കൂടി നമ്മൾ മാറി നിൽക്കുക നല്ലത്. അയാളുടെ പേര് കേട്ടാ കടിച്ചു കീറാൻ വരുന്ന ഭാനുവേച്ചിയാ ഇപ്പൊ ഇങ്ങനെ മാറിയത്. ഒരു താല്പര്യത്തിന്റെയും പുറത്തല്ല. അന്ന് അങ്ങനെ പറഞ്ഞു പോയതില് എനിക്ക് അത്ര കുറ്റബോധം ഉണ്ടായിരുന്നു. അച്ഛൻ ചോദിച്ചു എന്താ അമ്പലത്തിലെ വിശേഷം, ഒന്നും പറഞ്ഞില്ല. അച്ഛൻ ആകെ മാറിയിരിക്കണു. അച്യുതേട്ടന്റെ സ്വത്തുകാവലും കൈകാര്യവും ഇപ്പൊ പഴയ ആളേ അല്ല. എന്തൊക്കെയോ കണക്കുകൂട്ടില്ല അച്ഛന്. അച്യുതേട്ടൻ വെറുതെ അല്ല ഈ സഹായമൊക്കെ ചെയ്യണത്. അത് അയാളുടെ കയ്യിലിരിക്കേയുള്ളൂ. ഭാനുവിനെ അറിയില്ല, അയാൾക്കും അച്ഛനും. നാളെയല്ലേ മൂപ്പര് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നത്? എത്ര വേഗ ദിവസങ്ങൾ പോയത്. മംഗലശ്ശേരിക്കാ വന്നു അല്ലേ? ഇനി ശേഖരന് പോവാ, ആസ്പത്രിയിലേക്കല്ല. നീലകണ്ഠൻ ഒരു സാവകാശമില്ലാത്ത ആളാ. ഇന്ന് തന്നെ വല്ലതും നടക്കും. ദാസുട്ടി, അകത്തേക്ക് കിടത്തിക്കൊള്ളൂ. വേണ്ട, പൊയ്ക്കോളൂ. എന്നിട്ട് വിവരം അറിയാൻ കാത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്ക് പാതി ചത്തുന്ന്. ഇടത്തെ കൈയും ഇടത്തെ കാലും. അത് കണ്ട് ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം. സഹതപിക്കാനാണെങ്കിൽ ഒരു നായന്റെ മോൻ ഇങ്ങോട്ട് വരണ്ട.